ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 14ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യതാ. തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ വർണ്ണാശ്രമ വിഭാഗത്തിലും നന്നായി അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ അത് വേണ്ട വിധത്തിലല്ല ആചരിക്കുന്നതെങ്കിൽ, ശ്രീഹരി ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ടല്ല അത് ആചരിക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണമായ ഫലം കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായി പറയുകയാണ്, തസ്മാത് ഏകേന മനസ. തസ്മാത് ഏകേന, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. തസ്മാത് ഏകേന. തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, ഏകേന ഒന്ന് മാത്രം, ഏകേന മനസ്സ ഒന്നിൽ മാത്രം മനസ്സോടുകൂടി, ഭഗവാൻ സാത്വതാംപതി, ഭഗവാൻ ശ്രീഹരി, ആ ഭഗവാൻ സാത്വതാംപതി, സാത്വതാം സത്തുക്കളുടെ ഭക്തന്മാരുടെ പതി, നാഥനായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാൻ ശ്രോതവ്യ. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മൾ എത്രയൊക്കെ നമ്മുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ അനുഷ്ഠിച്ചാലും ആ അനുഷ്ഠിക്കുന്നതിൻ്റെ ഭാവം ഭഗവാന് സംതൃപ്തി ഉണ്ടാകണം, ഭഗവാൻ തൃപ്തനാകണം എന്ന് കരുതിയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അതിന് പൂർണ്ണ ഫലം കിട്ടില്ല. അപ്പോൾ അതിന് എന്താണ് വേണ്ടത്? ഒന്നിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് ഭക്തന്മാരുടെ സജ്ജനങ്ങളുടെ നാഥനായിട്ടുള്ള ആ ശ്രീഹരി ഭഗവാൻ, ആ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച. ശ്രോതവ്യ എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളത്. ഭഗവത് കഥകൾ എന്നും കേൾക്കുവാൻ യോഗ്യമായിട്ടുള്ളതാണ്. കീർത്തിതവ്യ, കീർത്തിതവ്യശ്ച എന്ന് പറഞ്ഞാൽ കീർത്തിതവ്യ ച, രണ്ട് വാക്കുകൾ അവിടെ. കീർത്തിതവ്യ എന്ന് പറഞ്ഞാൽ കീർത്തിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. ധ്യേയ, ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളവനാണ് ഭഗവാൻ. എപ്പോൾ? പിന്നെയോ പൂജ്യശ്ച, പൂജ്യഃ ച, പൂജിക്കപ്പെടുവാനും യോഗ്യനായിട്ടുള്ളവനാണ്. ഇനി ഇതൊക്കെ എപ്പോഴാണ് ഭഗവാനെക്കുറിച്ച് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ, നിത്യത, എപ്പോഴും. അത് ഒരു സമയത്തല്ല, എപ്പോഴും ഭഗവാന്റെ വിചാരമുണ്ടാകണം. ഭഗവാനെ കീർത്തിക്കണം, ഭഗവാനെ സ്മരിക്കണം, ഭഗവത് കഥകൾ കേൾക്കുക. ഇതിനൊക്കെ ഭഗവാനാകട്ടെ എപ്പോഴും ധ്യാനിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ളവനാണ്. അതുകൊണ്ട് തന്നെ, അഥവാ എപ്പോഴും ധ്യാനിക്കപ്പെടേണ്ടതാണ് ആ ശ്രീഹരി ഭഗവാനെ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മൾ വർണ്ണാശ്രമ ധർമ്മങ്ങൾ. അത് എത്ര വേണ്ടും വിധം ആചരിച്ചാലും അതിൽ ഭഗവത് സ്മരണയും ഭഗവത് ചിന്തയും ഭഗവാനെ കീർത്തിക്കുകയും ഒക്കെ ഭഗവത് കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നില്ല എങ്കിൽ അതിന് പരിപൂർണ ഫലം കിട്ടുകയില്ല. അപ്പോൾ ഇതിനൊക്കെ യോഗ്യനായിട്ടുള്ള ഭഗവാനെ എപ്പോഴും എന്നാ പറഞ്ഞത്. നമുക്ക് പലപ്പോഴും പലതിനും ഭയം തോന്നാറുണ്ട്. ഭഗവാനെ ഉറങ്ങുമ്പോൾ സ്മരിക്കാമോ, കിടക്കുമ്പോൾ സ്മരിക്കാമോ, ഇരുന്നു കൊണ്ട് സ്മരിക്കാമോ തുടങ്ങി എല്ലാത്തിനും നമുക്ക് ഭയമാണ്. ഇവിടെ വ്യാസഭഗവാൻ പറയുന്നു, എപ്പോഴും ഭഗവാനെ വിചാരം ചെയ്തുകൊള്ളുക. അതിന് സ്ഥലമോ കാലമോ ഒന്നും ഭഗവാന് ഒരു പരിമിതിയല്ല, അതിനൊരു ബാരിയർ അല്ല. ഭഗവാനെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും ചിന്തിക്കാം, എവിടെ ഇരുന്നാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുകയും. ഭക്ഷണം കഴിക്കുമ്പോഴും ഭഗവാനെ ചിന്തിച്ചോളൂ. അവിടെയും ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഈ ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തുന്നതെന്നൊന്ന് വിചാരിച്ചു നോക്കൂ. എത്ര സുന്ദരമാകും. എപ്പോഴും ഭഗവാനെക്കുറിച്ച് വിചാരം ചെയ്തോളൂ. ഭഗവത് കഥകൾ കേൾക്കാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴൊക്കെ കേട്ടോളൂ. അതിനൊന്നും കാലമോ ഇരിപ്പിടമോ
താൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതോ വിഷയമല്ല. കാരണം ഭഗവാൻ ഇല്ലാത്ത ഒരിടം പോലും ഈ വിശ്വത്തിലില്ല. വിശ്വം എന്ന ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യ നാമം തന്നെ സർവവ്യാപിയായിരിക്കുന്ന ആ ഭഗവാനെയാണ് ആദ്യം തന്നെ നമ്മൾ സംബോധന ചെയ്യുന്നതെങ്കിൽ ആ ഭഗവാനെ എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം, സ്മരിക്കാം, കീർത്തിക്കാം, ഭഗവത് കഥകൾ കേൾക്കാം. ഇതിനൊന്നും ഒരു തടസ്സവുമില്ല എന്ന് വ്യാസഭഗവാൻ തന്നെ, ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള വ്യാസഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. എപ്പോഴും ചെയ്യൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ധർമ്മമായി കണക്കാക്കപ്പെടുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തസ്മാത് ഏകേന, അവിടെ പദം പിരിക്കേണ്ട, ദായുടെ ഏകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. തസ്മാദേകേന. പിന്നെ പതി, ശ്രോതവ്യ, ധ്യേയ, അവിടെയൊക്കെ വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക. ശ്രോതവ്യ എന്നുള്ളത് പലപ്പോഴും ഷ എന്നുള്ളത് സ ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തെറ്റ് വരാറുണ്ട്. അത് ശ്രോതവ്യ അല്ല, ശ്രോതവ്യ ആണ്. ശത്രു എന്നുള്ളതിൻ്റെ ഷായാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വായിക്കുക. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളായിട്ട് നമ്മൾ ധർമാനുഷ്ഠാനം, അതിൽ ഭഗവത് വിചാരം കൂടാതെ, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി, ഭഗവാന്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ നമ്മൾ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വെറും വ്യർത്ഥമായി മാറുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ, ഇനിയും അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ മേൽ പറഞ്ഞ പോലെ ഭക്തിഹീനമായ ധർമാനുഷ്ഠാനം അത് വെറും ശ്രമം മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തി ഉണ്ടാവണമെന്നുള്ള മുഖ്യമായ ഒരു ഉദ്ദേശ്യത്തോടു കൂടി തന്നെ ധർമ്മത്തെ അനുഷ്ഠിക്കണമെന്ന് ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. 15ാമത്തെ ശ്ലോകം: യദനുധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ഛിന്ദന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കഥാരതിം. യദനുധ്യാസിനായുക്ത, യത് അനുധ്യാസിന, യാതൊരാളിൻ്റെ ധ്യാനമാകുന്ന, അനുധ്യാനമാകുന്ന അല്ലെങ്കിൽ വിചാരമാകുന്ന അസിയോട് കൂടിയ, അല്ലെങ്കിൽ അസിയോട്, ഭഗവാന്റെ നിരന്തരമാകുന്ന ധ്യാനമാകുന്ന, അസി എന്നാൽ വാള്, ഖഡ്ഗം, അങ്ങനെയുള്ള വാളോട് കൂടിയ, യുക്തരായ, അതായത് അങ്ങനെയുള്ള ഒന്നിനോട് കൂടിയ, ഭഗവാന്റെ ധ്യാനം എന്ന് പറയുന്നത്, ഭഗവാന്റെ സ്മരണ എന്ന് പറയുന്നത് അതൊരു വാളായി വർത്തിക്കുന്നു. എങ്ങനെയുള്ളവർക്ക്, അത് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു വാളായി കൂടെ ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ കാര്യം പറയാണ് കോവിദ. അതിനു മുമ്പ് കർമ്മ ഗ്രന്ഥി നിബന്ധനം. കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ, ഗ്രന്ഥി നിബന്ധനം, ഗ്രന്ഥിയെ നിബന്ധിക്കുന്നതായ, ഗ്രന്ഥി എന്നാൽ അഹങ്കാരം എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. അപ്പോൾ ഗ്രന്ഥി നിബന്ധന എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ ബന്ധിക്കുന്നതായിട്ടുള്ള അഥവാ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള, ചിന്തന്തി, അതിനെ ഛേദിക്കുന്നു, മുറിച്ചു മാറ്റുന്നു. കോവിദാസ്തസ്യ, കോവിദ തസ്യ, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ. കോവിദ എന്ന് പറഞ്ഞാൽ
ജ്ഞാനികൾ, അറിവുള്ളവര്, വിദ്വാൻമാര്, തസ്യ അവൻ്റെ, കോ ന കുര്യാത് കഥാരതിം, കഹ എന്ന് പറഞ്ഞാൽ ഏതൊരാള്, ന കുര്യാത് എന്ന് പറഞ്ഞാൽ ചെയ്യുകയില്ല, എന്ത്, കഥാരതിം, കഥയിൽ ആ രതിയെ ആർക്കാണ് ഉണ്ടാകാത്തത്? കാരണം ജ്ഞാനികളായിട്ടുള്ളവര്, വിവേകികളായിട്ടുള്ളവര് സദാ ഭഗവാനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ധ്യാനത്തിൻ്റെ ബലം ഒരു ഖഡ്ഗത്തിൻ്റെ രൂപത്തിൽ, ഒരു വാളിൻ്റെ രൂപത്തിൽ സദാ അവരോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അഹങ്കാരത്താൽ ബന്ധിതമായ കർമ്മങ്ങളെ, അല്ലെങ്കിൽ അഹങ്കാരം നിഴലിക്കുന്ന കർമ്മങ്ങളെയൊക്കെയും ഈ വാള്, അവരുടെ ഈ ഭഗവത് ധ്യാനത്തിലൂടെ ഉണ്ടായ ശക്തി വാളിൻ്റെ രൂപത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. ആ വാള് ഛേദിക്കുക തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ അഹങ്കാരവും അഹങ്കാരത്താൽ ബന്ധിതമായിട്ടുള്ള കർമ്മങ്ങളും വിദ്വാൻമാരെ ബാധിക്കുന്നില്ല. കാരണം ഭഗവത് ധ്യാനമാകുന്ന ഈ വാൾ അവയൊക്കെ മുറിച്ചു മാറ്റുന്നു. അങ്ങനെയുള്ള ഒരു ഗുണം ഈ ഭഗവത് ഭക്തിക്ക് ഉണ്ടെന്നിരിക്കെ, ആ ഒരു മഹത്വം ഉണ്ടെന്നിരിക്കെ, ആരാണ് ഭഗവത് കഥയിൽ രതി ഉണ്ടാക്കുവാൻ നോക്കാതെ ഇരിക്കുന്നത്? അഥവാ ആർക്കാണ് അതിൽ രതിയില്ലാതെ ഇരിക്കുക? അതിൻ്റെ ഒരു വൈഭവം, ഭഗവത് ഭക്തിയുടെ വൈഭവമാണ് ഇവിടെ ഈ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അഹങ്കാരം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നു ഈ കർമ്മം, ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ നേട്ടമാണ്, ഞാൻ കർമ്മം ചെയ്യുന്നവൻ, ഞാൻ ഫലം അനുഭവിക്കുന്നവൻ തുടങ്ങി പലതരത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരത്തെ നമ്മളറിയാതെ വെച്ചു പുലർത്തുന്നുണ്ട്. ആ അഹങ്കാരത്തെ ഒക്കെ ഇല്ലാതെയാക്കുവാൻ സദാ ഭഗവാനിങ്കലുള്ള വിചാരം കൊണ്ട്, ആ ധ്യാനം ഒന്നുകൊണ്ട് തന്നെ ഉള്ളിലെ അഹങ്കാരത്തെയൊക്കെ അറുത്തു മുറിച്ചു മാറ്റുവാൻ കഴിയുന്നു. അതുകൊണ്ട് ജ്ഞാനികളുടെ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്, സദാ ഭഗവത് വിചാരം ചെയ്തോളൂ. നിങ്ങൾ കർമ്മം ചെയ്യുമ്പോഴും അത് ഭഗവാനായിക്കൊണ്ട് ചെയ്തോളൂ. എല്ലാ അഹങ്കാരവും മാറിക്കിട്ടും. തന്നെയുമല്ല, അതിലുള്ള ഒരു രതി അത് മറ്റൊരു ഭൗതികമായ വിഷയങ്ങളിലും ലഭിക്കാത്തതാണ്. അത്രമാത്രം അതിനൊരു സുഖമുണ്ട്, ആനന്ദമുണ്ട്, ശാന്തിയുണ്ട്. സുഖം ഒരല്പം വൈകാരിക തലമായിരിക്കാം. ആ വാക്ക് നമ്മൾ മാറ്റിവെച്ചാൽ ആനന്ദം അത് വൈകാരികമല്ല, അത് അതിനൊക്കെ എത്രയോ മുകളിലാണ്. നമ്മൾ ഭഗവാന്റെ രാസലീല പറയുമ്പോൾ അവിടെ ആ ഗോപികമാരനുഭവിച്ചത് ഈ ഒരു ആനന്ദമാണ്. അത് വൈകാരികമല്ല. പരമാത്മാവിൻ്റെ ധ്യാനത്തിൽ അതിൻ്റെ സാമീപ്യം കൊണ്ട്, ആ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആ സാമീപ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദം, ആ ആനന്ദത്തെ അനുഭവിച്ചറിയൂ എന്ന് നമ്മളോട് വിദ്വാൻമാർ പറഞ്ഞു തരികയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യദനുധ്യാസിനായുക്ത കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോന കുര്യാത് കഥാരതിം. യദനുധ്യാസിന, അവിടെ യത് അനുധ്യാസിന ആണ് പദം പിരിക്കേണ്ടതായുടെ ആകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ യുക്ത, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ആകാരത്തിൽ വായിക്കുക. അത് ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമുക്ക് തോന്നാം ധ്യാനം ചെയ്തതുകൊണ്ട് എങ്ങനെയാണ് ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ആ ആനന്ദ സ്വരൂപനെ അനുഭവിക്കുവാൻ കഴിയുക എന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം, ഇപ്പം കുട്ടികൾക്കാണെങ്കിലും ചിലർക്ക്
ഐസ്ക്രീം ആകാം, മറ്റുള്ളവർക്ക് ഏതെങ്കിലും പ്രത്യേകതരം ചോക്ലേറ്റ്സ് ആവാം, ഇനി അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്ടവിഭവമാകാം. ആ വിഭവത്തിൻ്റെ നാമം കേൾക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ചിത്രം വരികയും അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ അനുഭവിച്ചറിയുവാൻ അറിയാതെ വായിൽ വെള്ളം വരാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ ഭാവനയിൽ നമ്മളറിയാതെ വന്നു ചേരുന്നുണ്ട്, ആ ഒരു പേരുകൊണ്ട് തന്നെ, ആ ഒരു വാക്കുകൊണ്ട് തന്നെ. എന്ന് തന്നെയല്ല, അതിൻ്റെ സ്വാദ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നമ്മൾ അറിയാതെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, ഏതാനും നിമിഷ നേരത്തേക്കാണെങ്കിൽ പോലും. ഇവിടെ രാസലീലയിൽ കേവലം 9-10 വയസ്സുള്ള കൃഷ്ണൻ എന്നതിനപ്പുറം അവർ തന്നെ പറയുന്നുണ്ട്, ആ പരമാത്മാവിനെയാണ് ഈ ഗോപസ്ത്രീകളൊക്കെ തേടി വന്നിരിക്കുന്നത്, അതിൻ്റെ സാമീപ്യം കൊതിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഭഗവാനെ ധ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടപ്പെട്ട രൂപങ്ങളാവും ഉണ്ടാവുക ഉള്ളിൽ. ചിലർക്ക് ഉണ്ണിക്കണ്ണനാവും, ചിലർക്ക് ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാനാകാം, ചിലർക്ക് ഗുരുവായൂരപ്പനാകാം, ചിലർക്ക് മറ്റേതെങ്കിലും ഭാവമാകാം. പക്ഷെ ആ നാമം പറയുമ്പോൾ തന്നെ ആരെങ്കിലും ആ ക്ഷേത്രത്തിൽ ഒന്ന് സന്ദർശനം നടത്തിയിട്ട് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ആ രൂപം വരുന്നുണ്ട്, ഒരു സന്തോഷം നിറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരാൾ ആ ഒരു പേര് അല്ലെങ്കിൽ നാമം പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ വളരെ ചെറിയൊരംശമാണെങ്കിൽ പോലും അത് അനുഭവിക്കുന്നുണ്ട് എന്നിരിക്കെ നമ്മൾ തന്നെ മനസ്സ് വെച്ച് അതിനെ ഒന്ന് വിചാരം ചെയ്താലോ എത്രമാത്രം സുഖമായിരിക്കും, ആനന്ദമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾ അറിയാതെ നമ്മളൊരു പക്ഷെ ഗുരുവായൂർ പോകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലാവില്ല, ആ തിരുനടയിലാവില്ല. എന്നിരുന്നാൽ പോലും നമുക്കവിടെ നിൽക്കുന്നതിൻ്റെ ആ സുഖം, ആ സന്തോഷം, ആ ആനന്ദ നിർവൃതി നമ്മൾ എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. മറ്റു പലരുടെയും വാക്കിലൂടെ, മറ്റു പലരും പറയുന്നത് കേൾക്കുമ്പോൾ, ചിലരുടെ അനുഭവ കഥകൾ കേൾക്കുമ്പോൾ, വളരെ എത്രയോ പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിതഘട്ടത്തിൽ എവിടെയോ നിന്നെന്നറിയില്ല, ഒരു കുഞ്ഞു പയ്യൻ, ഒരു ചെറിയൊരു ബാലൻ ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെ സഹായിച്ചു, ഇങ്ങനെ തന്നു. ചിലർക്ക് ചിലപ്പോൾ ഒരല്പം എണ്ണ കിട്ടണമെന്ന് ആശിച്ച് നിന്നവരാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എവിടെയോ നിന്ന് ഒരു ബാലൻ ഓടി വന്നിട്ട് കൊടുത്തിട്ട് പോയി, പിന്നെ ആ ബാലനെ കണ്ടില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നില്ലേ, എന്തൊരു ഭാഗ്യമാണ് കിട്ടിയത് എൻ്റെ ഭഗവാനെ എന്ന് നമ്മൾ അറിയാതെ വിളിച്ചു പോവില്ലേ? ഇതേപോലെയാണ്. അപ്പോൾ ഇത് മറ്റൊരാളുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭാവം എന്താണോ, ഗുരുവായൂരപ്പനാണെങ്കിൽ അങ്ങനെ, ഇല്ല ഓടക്കുഴൽ ഊതുന്ന ഭഗവാനാണെങ്കിൽ അങ്ങനെ, ഉണ്ണിക്കണ്ണനാണെങ്കിൽ അങ്ങനെ, ആ ദാമോദരനാണെങ്കിൽ, വികൃതിക്കുട്ടനാണെങ്കിൽ അങ്ങനെ, ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ആ ആനന്ദത്തെ അനുഭവിക്കുവാനാകും. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു രൂപത്തെ, കാരണം അരൂപിയായ ഒന്നിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുന്നത് പ്രായേണ ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലെയുള്ള ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് പ്രായേണ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു രൂപത്തിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് നിത്യവും അവസരം കിട്ടുമ്പോഴൊക്കെയും ഭഗവാനെ ചിന്തിക്കുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവത് കഥകൾ കേൾക്കുക. ഉറപ്പാണ് ആ ഭഗവാൻ ഭക്തിയുടെ മാധുര്യം നമുക്ക് അനുനിമിഷം അനുഭവിച്ചറിയുവാൻ കഴിയും. ഇവിടെ അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവത് ഭക്തിയുടെ മഹിമ പറയുന്നിടത്ത് ഏകേന മനസ്സ എന്ന് എടുത്തു പറഞ്ഞത്. ആ ഒന്നിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കും. കർമ്മങ്ങളൊക്കെ യാന്ത്രികമായി നടന്നോളൂ, ഒരു കർമ്മവും മുടങ്ങിപ്പോവില്ല നമ്മുടെ നിത്യജീവിതത്തിൽ, അതൊക്കെ യാന്ത്രികമായി നടക്കും. പക്ഷെ മനസ്സ് അത് മാത്രം ഭഗവാന് കൊടുക്കുക.
ഭഗവാൻ ആ ഗോപസ്ത്രീകളുടെ വെണ്ണയും പാലും കവർന്നതിനേക്കാൾ എത്രയോ കൂടുതലായി ഹൃദയങ്ങളെ കവർന്നിരിക്കുന്നു. നമുക്കും അങ്ങനെയൊക്കെ ഭഗവാനെ ഒന്ന് ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയാൽ ആ കള്ളൻ ഉറപ്പാണ് നമ്മുടെ ഈ ഹൃദയം കവരും. പിന്നീട് തിരിച്ചു പോരാനാവില്ല. ഗോപസ്ത്രീകൾക്ക് പിന്നീട് ഒരു മടക്കയാത്ര ഉണ്ടായില്ല. അവര് ഭഗവാനിങ്കൽ തന്നെ മനസ്സിനെ വെച്ചുകൊണ്ടാണ് ജീവിച്ചത്. വൃന്ദാവനത്തിൽ നിന്നും ഭഗവാൻ മധുരയിലേക്ക് വന്നെങ്കിലും ആദ്യമൊക്കെ കുറച്ചൊരു വിരഹ ദുഃഖം തോന്നി. പക്ഷെ അപ്പോഴും ഇല്ല, കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് അവർക്ക് ഉറപ്പിക്കുവാൻ കഴിഞ്ഞത്, പിന്നീടുള്ള നിമിഷങ്ങളിലും അവർക്ക് ഭഗവാനെ അനുഭവിക്കുവാൻ കഴിഞ്ഞത് ഈ ഒരു മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടാണ്. അതിനു മുൻപ് തന്നെ ഭഗവാൻ കൂടെയുള്ളപ്പോൾ തന്നെ അതിലേക്ക് മാത്രം മനസ്സിനെ ചേർത്ത് വെച്ചിരുന്നത് കൊണ്ട് അത് മാറ്റിക്കഴിഞ്ഞപ്പോഴും മനസ്സിൽ ആ ഭഗവാൻ നിറഞ്ഞു നിന്നു. ഇതാണ് നമ്മളോട് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമ്മളോട് പറഞ്ഞു തന്നത്. ഭക്തിയോടുകൂടി എങ്ങനെ ആ ഭക്തി ഉണ്ടാകുവാൻ, ഭഗവാനെ സദാ ധ്യാനിക്കുവാൻ എന്താണ് വേണ്ടത്, എങ്ങനെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഭഗവാന് പ്രീതി ഉണ്ടാകുവാൻ, നമ്മുടെ കർമ്മങ്ങളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വളരെ ഭംഗിയായി നമുക്ക് പറഞ്ഞു തന്നു. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.